ഗായ്സ്, ഇതാണ് അമ്പലവയൽ കാർഷിക സർവകലാശാലയുടെ പൂപ്പൊലി എന്ന് പറയുന്ന ഒരു ഉദ്യാനമാണിത്. ആ ഷോ കഴിഞ്ഞു. 2024 തുടക്കത്തിൽ ജനുവരിയിലായിരുന്നു പൂപ്പൊലി എന്ന് പറഞ്ഞ മഹോത്സവം ഉണ്ടായിരുന്നത്. ഇനി 2025 ആദ്യം അത് തുടങ്ങും. ഇവിടെ വന്നപ്പം കാർഷിക സർവകലാശാലയിലും ഇതിലുമൊക്കെ ഒന്ന് കയറി നോക്കുന്നതാണ്. കുറച്ച് ഉദ്യാനങ്ങളൊക്കെ അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തെയ്യത്തിൻ്റെ ഒരു രൂപമാണ്. ഒരു കുളവും ഇനി ഈ വർഷം ആദ്യം ഇവിടെ ഈ മഹോത്സവം ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ഉദ്യാനം ഇതിന് ഇവരുടെ പാടങ്ങളാണ്. നെല്ലിൻ്റെ ഇനങ്ങൾ കൃഷി ചെയ്തിരിക്കുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിലോ ഒക്കെ ആയിരിക്കണം പല പല നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നു കാർഷിക സർവകലാശാലയുടെ. അങ്ങ് ദൂരം വരെ ഉണ്ട്. അങ്ങോട്ടേക്കുള്ള കവാടത്തിലൊക്കെ പൂച്ചട്ടികൾ വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. ഉദ്യാനത്തിൻ്റെ മറ്റ് ഒരു ഭാഗം. പൂക്കളൊക്കെ മഴ കാലം അല്ലേ, കാണുന്നൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. പല പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ഫാം അവിടെയുണ്ട്. അത് അഴിക്കുള്ളിലായതുകൊണ്ട് അവരുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കാണാൻ നമുക്ക് കഴിയില്ല. തൊഴിലാളികൾ എന്തെല്ലാം ഗേറ്റുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂക്കൾ കൊണ്ട് പൂച്ചട്ടി വെച്ച് അലങ്കരിച്ചിട്ട് ആണ് ഗേറ്റ് ഉണ്ടാക്കുന്നവർ. പൂച്ചട്ടികൾ ക്രമമായി അടുക്കി ഒരു ഉദ്യാനം ാണ് ആ ഗേറ്റ് ഉണ്ടാക്കുന്നത്. ഒരു കവാടം. റോസ് ഗാർഡൻ എന്ന് അവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് പല പല തരത്തിലുള്ള റോസ് ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഉദ്യാനം. റോസ് ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര്. പുറത്ത് ആളുകൾ, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഇതിൽ നടക്കുന്നു. ഭംഗിയായി ചെയ്തിരിക്കുന്ന ഒരു തണൽ മരമാണ്. അവിടെ ആളുകൾക്ക് പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് മരം ഒരു വള്ളിച്ചെടി പടർത്തിയിട്ടിരിക്കുന്നത്. ഇതൊരു മീനിൻ്റെ കുളം. ഒരു മീൻകുളമാണ്, ഒരു ഉദ്യാനം, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കാണ്. ചെറിയ ചെറിയ റൈഡുകളൊക്കെ ഉണ്ട്. ഊർന്നിറങ്ങാൻ പറ്റിയ ഒരു പക്ഷിയുടെ ഒരു പ്രതിമ, കുളം, കുളത്തിൽ ഈ വർഷം ആദ്യം ഈ ഷോ ഇനിയും നടത്തുമായിരിക്കും. പൂപ്പൊലി എന്നായിരുന്നു കഴിഞ്ഞ വർഷം ഇതിൻ്റെ പേര്. ഈ വർഷം ആദ്യം ജനുവരിയോടോ ഫെബ്രുവരിയിലോ മിക്കവാറും ഇത് വീണ്ടും നടത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ കാണാൻ വരുന്ന കുറവാണ്. ഷോ നടക്കുമ്പോൾ ഇതേമാതിരി നമുക്ക് കാണാൻ കഴിയില്ല, ഭയങ്കര തിരക്കായിരിക്കും. ഉദ്യാനങ്ങളൊക്കെ നല്ലോണം പരിപാലിക്കുന്നുണ്ട്.
നല്ല വലിയ മരങ്ങൾ, പ്ലാവൊക്കെയാണ് നിൽക്കുന്നത്. പൂപ്പൊലിയുടെ കയറി വന്നിരുന്ന് കാറ്റുകൊള്ളുകയൊക്കെ ചെയ്യാം ഇവിടെ ഉള്ളവർക്ക്. കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥിനികളൊക്കെ ആയിരിക്കും അതിലേ പോകുന്നത് എന്ന് കരുതാം. കുളത്തിൻ്റെ അവിടെയൊക്കെ ഇരുന്ന് നമുക്ക് കാറ്റ് കൊള്ളാൻ പറ്റും. ഷോ തുടങ്ങുമ്പം പക്ഷേ ടിക്കറ്റ് എടുത്തിട്ട് ലൈനായിട്ട് കയറി അങ്ങ് ഇറങ്ങി പോകാനേ കഴിയൂ. ഇപ്പോൾ വന്ന എല്ലാവർക്കും ശ്രമിക്കുകയൊക്കെ ചെയ്യാം. വന്നാലേ ഇത് വിശാലമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിൻ്റെ സമയത്ത് തിരക്കായിരിക്കില്ലേ. ദൂരത്തേക്ക് നല്ലൊരു കാഴ്ച. ഗാർഡൻ. സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.